കുറച്ച് ദിവസം മുമ്പ് പറിച്ചു നട്ട ഈ തക്കാളി തൈ നന്നായി വളർന്നു വരുന്നുണ്ട്. ഇലകളിൽ ചെറിയ കീടബാധയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? പിന്നെ അത് വീണു പോകാതിരിക്കാൻ വേണ്ടി ഒരു അലുമിനിയത്തിൻ്റെ ചാനൽ അവിടെ കുത്തിക്കൊടുത്തു. എന്നിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് ചരട് കൊണ്ട് കെട്ടിക്കൊടുത്തു. തക്കാളി ചെടിയുടെ ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ തടിയിൽ മുഴുവൻ ഇങ്ങനെ മുടി പോലെ ചെറിയ ഫൈബറുകൾ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒന്ന് സ്വല്പം ചെരിഞ്ഞ് നിലത്തേക്ക് വരുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ അവിടെ വേരുകളും ഉണ്ടാവും. അപ്പോൾ നീണ്ട് പടർന്നു വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേരുകളുണ്ടാവും. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ തീരെ ബലമില്ലാത്ത തണ്ടാണ്, അതുകൊണ്ട് വടി കുത്തി കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ താഴത്തുണ്ടാവും. അപ്പോൾ ആണ് താഴെ വേര് പിടിക്കുന്നത്. പിന്നെ ഈ തക്കാളി തൈ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതും താനെ മുളച്ചുണ്ടായ തക്കാളി തൈകളാണ്. അടുത്ത് കാണുന്ന കുഴികൾ അവിടെ ഉണ്ടായിരുന്ന കടല തൈകളെ ഞാൻ പറിച്ച് മാറ്റിയതാണ്. ഈ തക്കാളി തൈകൾ പറിക്കാനായിട്ടില്ല, സ്വല്പം കൂടെ വലുതായിട്ട് പറിക്കാം. എന്നാലും ഒരു പ്രശ്നമുണ്ട്, 3-4 ഒന്നിച്ചൊക്കെയാണ്. അത് പറിക്കുമ്പോൾ അതിൻ്റെ വേരൊക്കെ കേടാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ കടല തൈന് ചെയ്ത പോലെ 4 കൂടെ ഒന്നിച്ച് തന്നെ നട്ടുവെന്നും വരും. വേർപ്പെടുത്തിയെടുത്താൽ മിക്കവാറും കേടായിപ്പോവും. അല്ലെങ്കിൽ കുറച്ച് നല്ലോണം വലുതാവട്ടെ, ഒരു 5-6 ഇഞ്ചൊക്കെ വലുപ്പത്തിലായിട്ടാണ് പിന്നെ വേർപ്പെടുത്തിയെടുത്താലും ചിലപ്പോൾ ശരിയാവും. പക്ഷെ അത്ര വലുതായിട്ട് പറിച്ച് നട്ടാൽ പിന്നെ അങ്ങനെ രണ്ടാമത് വേര് പിടിക്കുമോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം വേറെയുണ്ട്.